ഹായ് ഫ്രണ്ട്സ്, കേരള കർഷകനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നേരെ വീഡിയോയിലേക്ക് വരികയാണ്. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ കൃഷി. പയറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. ആദ്യം രണ്ട് സൈഡിലും 5 ഗ്രോ ബാഗ് വെച്ച് ടോട്ടൽ 10 ഗ്രോ ബാഗ്, എന്നിട്ട് ഒരു ഗ്രോ ബാഗിൽ 2 തൈ വെച്ചാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ തൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കൃഷിഭവനിൽ നിന്ന് തൈകൾ വരുമ്പോൾ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും. അതനുസരിച്ച് നിങ്ങൾക്ക് തൈകൾ വേണേൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തൈ ഉണ്ടാവും. നമ്മളപ്പോൾ 2 സൈഡിലും അങ്ങനെ ഒരു ഗ്രോ ബാഗിൽ 2 തൈ വെച്ച് നട്ട് അതിൻ്റെ സെൻറ്ററിൽ 2 സൈഡിലും 2 കമ്പ് കാല് കുഴിച്ചിട്ട് ആ കാലിന് കുറുകെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കള്ളി ഇങ്ങനെ 2 കയർ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കയർ കെട്ടിക്കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ താഴേന്ന് കയറി വരുമ്പോൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ 2 സൈഡിലുള്ള ഗ്രോ ബാഗുകളിലേക്കും എന്ത് ചെയ്യും, കയറ് കെട്ടിയിട്ട് നമ്മുടെ എന്തിൻ്റെ കയറാണെന്നറിയുക, നമ്മുടെ ചകിരിയുടെ കയറുണ്ടല്ലോ, ആ കയറ് കെട്ടിയിട്ട് 2 സൈഡിലേക്ക് കൊടുക്കും. കാരണം അതാകുമ്പോൾ പിടിച്ച് കയറാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ കൊടുക്കുകയും എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്കും കൊടുക്കും. ഇത് കയറി വന്നിട്ട് നല്ല വളർച്ചയും നല്ല ഗ്രോത്തും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ആ മുകളിൽ ആ 2ാമത്തെ കയറ് വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നല്ല ഗ്രോത്തും വളർച്ചയെല്ലാം ഉണ്ടായി കയറി അവിടം വരെ എത്തുമ്പോൾ നമ്മൾ മുകളിൽ എന്ത് ഇതുവരെ നെറ്റ് കെട്ടി കൊടുക്കും. എന്നാലേ അത് കൂടുതൽ എന്ത് ചെയ്യുള്ളൂ, പയറുണ്ടാകാനും ചെടിക്ക് വളർന്നു പോകാനുമുള്ള സൗകര്യമുള്ളൂ. നമ്മളങ്ങനെ നട്ട് മുകളിൽ ഇത് നെറ്റും കെട്ടിക്കൊടുത്ത് വളരെ കാരണം ഏകദേശം 20 തൈ ഉണ്ടല്ലോ, അപ്പം വളർച്ച കൂടുതലായിരിക്കും, മുകളിലേക്ക് വളർന്നും വരും. കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നെറ്റും കൂടെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചെടിയിൽ വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്നൊരു കൃഷിയാണ് നമ്മുടെ പയർ കൃഷി. പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൂവുണ്ടായി, ആ പൂവുണ്ടാകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഉറുമ്പിൻ്റെ ശല്യം. ഉറുമ്പ് ഇങ്ങനെ എന്ത് ചെയ്യും, ഇതിൻ്റെ പൂവുണ്ടായ സ്ഥലത്തെല്ലാം വന്നിരിക്കുകയും അതിൻ്റെ കടിക്കുകയും എന്ത് ചെയ്യും, നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിതുണ്ട്. ഉറുമ്പ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും മരുന്നുകൾ വല്ല പുകയില കഷായമോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെറുതായിട്ടുള്ള മരുന്നുകൾ, വളം വിഷമായിട്ടുള്ളതൊന്നും അടിക്കണമെന്നില്ല. ഉറുമ്പാണ് വലിയ ശല്യമില്ലാത്ത സാധനമാണ്. പിന്നെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി. അതോ വളരെ കുറച്ച് ഉറുമ്പുകളുണ്ടെങ്കിൽ അത് അടിക്കേണ്ട ആവശ്യമില്ല, അതവിടെ തിന്നിട്ട് പൊക്കോളും. അതൊക്കെ പ്രകൃതിയുടെ ഒരു ഇതായിട്ട് പൊക്കോളും. എന്തായാലും നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടില്ലേ, നല്ല നീളത്തിനുള്ള വള്ളിപ്പയർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല നീളമുണ്ട് അത്യാവശ്യം. അങ്ങനെ കണ്ടാൽ മനസ്സിലാകാത്തതുകൊണ്ട് കയ്യിൽ വെച്ച് കാണിച്ചു തരാം. ഇത് മൂത്തിട്ടില്ല, അത്യാവശ്യം ഒന്നുകൂടെ ഇതാവാനുണ്ട്. വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, എല്ലാം തന്നെ അത്യാവശ്യം നല്ല നീളത്തിന് നല്ല വലുപ്പത്തിനുള്ള പയറാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കൊട്ടും വളരെ കുറഞ്ഞ ചിലവിലാണ്. കാരണം ഇത് കഴിഞ്ഞാൽ തന്നെ ആ ഗ്രോ ബാഗ് നശിച്ചു പോയാലേ. ഈ ഗ്രോ ബാഗിൽ നമുക്ക് വീണ്ടും വേണേൽ ഈ കൃഷി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ കൃഷി ചെയ്യാം. അതിൻ്റെ അത് ജസ്റ്റ് വളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളോർക്ക് ഈ മണ്ണിൻ്റെ മുകളിൽ കൊണ്ട് ഗ്രോ ബാഗ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ പാറ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്രോ ബാഗിൽ തന്നെ നട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗ് ചെയ്യാം. പിന്നെ ഗ്രോ ബാഗ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കളകൾ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളമെല്ലാം എന്ത് ചെയ്യും, നേരിട്ട് നമ്മുടെ ചെടിക്ക് കിട്ടും. നമ്മൾ ആദ്യത്തെ വിളവ് അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഏകദേശം കണ്ടില്ലേ, നല്ല കാർക്കൂന്തൽ പോലെ വളരെ കട്ടിക്കും നീളത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 3-4 ദിവസം കൂടുമ്പോൾ ഇതുപോലെ വിളവ് കിട്ടും. ഒരു കുഴപ്പമില്ല. എല്ലാ ദിവസവും നല്ലതിൽ നമ്മുടെ വീട്ടിൽ ഒരു സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, കറിയായിട്ട് വ്യത്യസ്തമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ ആവശ്യത്തിന് കണ്ടാകും. വളർന്ന് ഫുള്ളായിട്ടില്ല നമ്മുടെ നെറ്റിച്ച് വിശാലമായിട്ട് കെട്ടിക്കൊടുത്തുകൊണ്ടാണ്. എന്ത് ചെയ്യാം, നമുക്ക് നല്ല വിഷമില്ലാത്ത നല്ല ഒന്നാന്തരം പയർ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നല്ല നോക്കി എന്തോരം പയർ ഉണ്ടായി കിടക്കുന്നതെന്ന്. ഗ്രോ ബാഗിന് ഒരു കേടുമില്ല, ഒരു കുഴപ്പമില്ല. ഈ ഗ്രോ ബാഗ് നമുക്ക് ഏകദേശം 3 വർഷമാണ് നമ്മൾ തന്ന കടക്കാർ പറഞ്ഞിരിക്കുന്നത് നല്ല ഇതുള്ളതാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ